നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇത് നമ്മുടെ ബാലി ഹോളിഡേയുടെ വീഡിയോ ആണ്. പ്ലീസ് എൻജോയ്. നമുക്ക് സിഡ്നി വെച്ച് കാണാം. നമുക്കിനി ബാലി വെച്ച് കാണാം കേട്ടോ. കുറച്ച് സ്പീഡാണ്. ബാലിയിലെ അയോധ്യ റിസോർട്ടിലെത്തി. ഇപ്പം രാത്രി 10 മണിയായി. അപ്പം നമുക്ക് പോയി കിടന്ന് ഉറങ്ങി നാളെ രാവിലെ കാണാം. ഇന്ന് രാവിലെ മഴയാണ് കാണുന്നത്. ബാലിയിലെ ചൂടെന്ന് പറഞ്ഞെങ്കിൽ ഒരു 27-28 ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഉഷ്ണമുണ്ട് താനും. നമ്മൾ ആദ്യത്തെ ദിവസം പോയത് ബാലിയിലെ വലിയ പ്രാധാന്യമേറിയ ഒരു ബാലിനേസ് ഹിന്ദു ടെമ്പിൾ കാണുവാനാണ് ആദ്യമേ പോയത്. ഉലുവാറ്റുവിൽ പുക്കിത് പെനിൻസുലയിൽ ഒരു ക്ലിഫിലാണ് ഈ ഉലുവാറ്റു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു സാങ്ഹ്വാങ് വിദേവാസ, ഹിസ് മാനിഫെസ്റ്റേഷൻ ആസ് രുദ്ര. അദ്ദേഹത്തിന് ഒരു വലിയൊരു സ്റ്റാച്യു അവിടെ കാണാൻ സാധിക്കും. അദ്ദേഹമാണ് ഈ ബാലിയിലേക്ക് ഈ റിലീജിയൻ കൊണ്ടുവന്നെന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ധാരാളം കുരങ്ങുകളുടെ വാസസ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എല്ലാ ടെമ്പിളിലും പോകുന്ന പോലെ വലിയ ഒരു കാലട്ടം വരെയുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകുവാൻ വേണ്ടി. നമുക്ക് അവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് വെരിഗ് ലുവാക്ക് എന്ന് പറയുന്ന പേര്. Otherwise, that's the reason why we have only trees in the cave. Tree, smell it. Nice. Same like my mommy. ഈ വെരിഗ് ഈ കാപ്പിക്കുരുവിൻ്റെ പുറത്തോട് കഴിച്ചിട്ട് പകുതി ഡൈജസ്റ്റായ കുരു ഡെഫിക്കേറ്റ് ചെയ്യുമ്പോൾ അതെടുത്തിട്ടാണ് ഈ കോഫി ലുവാക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വളരെ വില കൂടുതൽ. ഒത്തിരി ഏഷ്യയിൽ തന്നെ വളരെ 3-4 രാജ്യത്ത് മാത്രമേ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഭയങ്കര വില കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ നമുക്ക് കോഫി ലുവാക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അതുപോലെ തന്നെ പല വെറൈറ്റി കോഫികൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. ഇങ്ങോട്ട് വയ്ക്കാം. Hello. Hello. How are you? It's very interesting in that there's no really. ഇല്ലടാ എങ്ങനെയുണ്ടമ്മ? ഒരു നല്ല ബിറ്ററാ, പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ നല്ല വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. What's the difference in the taste? നോട്ട് ലൈക്ക് അവർ നോർമൽ. അതിനൊരു എന്നാണ് പറയുന്നത്, ഇച്ചിരി കയ്പുണ്ട്, ഇച്ചിരി കൂടുതൽ കയ്പുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് കോഫി ലുവാക്കിൻ്റെ കോഫി പൗഡറും അതുപോലെ തന്നെ ബീൻസും വാങ്ങിക്കുവാൻ കിട്ടും. കോഫിയൊക്കെ മേടിച്ച് നമ്മളൊരു ബീച്ചിലേക്കാണ് പോയത്. അപ്പം ബീച്ചിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. അടുത്തതായി നമ്മൾ പോയത് ഗരുഡ വിഷ്ണു കെൻകാന കൾച്ചറൽ പാർക്കിലേക്കാണ്. ഇവിടെയാണ് ഇന്തോനേഷ്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഗരുഡ വിഷ്ണു സ്റ്റാച്യു ഉള്ളത്. 121 മീറ്ററാണ് ഈ സ്റ്റാച്യുവിൻ്റെ ഉയരമെന്ന് പറഞ്ഞെങ്കിൽ. ഇവിടെ വേറെയും പല സ്റ്റാച്യുകൾ കാണാം നമുക്ക്. ലോകത്തിലെ തന്നെ 4ാം സ്ഥാനമാണ് ഈ സ്റ്റാച്യുവിനുള്ളത്. അതുപോലെ വേറെ സ്റ്റാച്യുകളുണ്ട്. നമ്മൾ പിന്നെ വൈകുന്നേരമായപ്പോൾ മഴയായി. പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് പോയി. ആസ് യൂഷ്വൽ രാവിലെ നമ്മളൊരു കോഫി കുടിച്ചു. ഇന്ന് നമ്മുടെ ബാലിയിലെ 2ാമത്തെ ദിവസമാണ്. എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടി. ഇന്ന് നമ്മൾ പോകുന്നത് ഉബൂദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഒന്ന് പോകുന്നത്. അവിടെയാണ് വലിയ ഫേമസ് ആയിട്ടുള്ള ബാലി സ്വിങ്ങും ടെറേസ് പാടി ഫിഡും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കാണിക്കാം കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ ബാലി കളക്ഷനിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. ബാലി കളക്ഷനിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ ഉബൂദിലേക്ക് പോയത്. അവിടെ നമ്മൾ ആദ്യം ചെയ്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ക്വാഡ് ബൈക്കിംഗ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഡേർട്ട് ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അത് ഞാൻ മനുഷ്യൻ്റെ കൂടെ തിരിക്കുകയാണ് ചെയ്തത്. പിള്ളേരൊക്കെ എല്ലാവരും വേറെ വേറെ ഇരുന്നു. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ. വലി പോകുന്നവരൊന്നും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ക്വാഡ് ബൈക്കിങ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ബാലി സ്വിങ്ങിൽ കയറാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലെ പല സെറ്റപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഓരോ സ്ഥലത്തും പോയി നമുക്ക് ഫോട്ടോ എടുക്കാതെ അവരെടുത്ത് തരും കേട്ടോ. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ ആളുകൾക്കും വളരെ മനോഹരമായിട്ട് ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവരാണ്. അവർ കുറേ ആളുകൾ ഗൈഡുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഫോണിൽ തന്നെയാണ് ഫോട്ടോ എടുത്ത് തരുന്നത്. ഇതുപോലെ വലിയ സ്വിങ് ഉണ്ട്. നമുക്കങ്ങനെ വലിയ പേടിയൊന്നും ആകത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് കുറച്ച് പേടിയായി, എന്നാലും അങ്ങനെ വലിയൊരു നമുക്കൊരു പേടിയൊന്നുമില്ല. എല്ലാം പിന്നെ സെക്യൂരിറ്റി ഉണ്ട് തന്നെ. എല്ലാത്തിനും ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മളിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ ഡ്രസ്സ് നമുക്ക് ഹയർ ചെയ്യാൻ സാധിക്കും. ബാലിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എപ്പോഴും നമ്മൾ ടാക്സി ഹയർ ചെയ്യണം. ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ വലിയ ഒരു ഷോപ്പിംഗ് മോളാണ് ഈ ഐക്കോൺ വാലി. അതിൽ കൂടെയൊക്കെ നമ്മൾ നടന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് വൈകുന്നേരം നമ്മൾ റിസോർട്ടിലേക്ക് മടങ്ങി. നമ്മുടെ ബാലിയിലെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. വാട്ടർ ഫ്രണ്ട് ലൊക്കേഷനാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബീച്ച് സൈഡിൽ വന്ന് കുറച്ച് റിലാക്സിങ് ആയിരുന്നു. നല്ല രസമായിട്ട്
കുട്ടികളുമൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. ഇവിടെ റിസോർട്ടുകാർ തന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഫോട്ടോ സെഷനായിരുന്നു. അപ്പോൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് നല്ല വേർത്തൊഴുകുന്നുണ്ട്. ഇത് കാണാൻ നല്ല വേർത്തൊഴുകുന്നതെന്ന് തിരിച്ച് റൂമിൽ പോയി ചേഞ്ചൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോവുമോ ബീച്ചിൽ പോവുകയോ ഒക്കെ ചെയ്യാം. ബീച്ച് ഇവിടെ അടുത്ത് തന്നെ, ബീച്ച് ഫ്രണ്ടിലൊക്കെ ആയിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ പരിസര പ്രദേശങ്ങളാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടാണ്. ഇതിങ്ങനെ ഇതിലേക്കൂടെ നടന്ന് കാണിക്കാം. അവിടെ വലിയൊരു ലോബിയുണ്ട്, വലിയൊരു ലോബി അങ്ങനെ നടക്കുന്നു. ഇവിടെ പല ആക്ടിവിറ്റികളും നടക്കുകയും ചെയ്യും കേട്ടോ. എല്ലാ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോരോ ആക്ടിവിറ്റികളുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്ക് ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റികളുണ്ട്. ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റികളെല്ലാം ഉണ്ട്. പുറത്തേക്ക് നോക്കിയാൽ ഭയങ്കര ഇടിവെട്ടി മഴ നേർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ബോറടിക്കത്തില്ല ഈ റിസോർട്ടിൽ ഇവിടെ നിന്നാൽ. എന്താണെന്ന് ചോദിച്ചെങ്കിൽ വളരെ ഒത്തിരി നല്ല ആക്ടിവിറ്റികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. Bali collection? Yeah. My beach is coming till 5 o'clock. 5 o'clock. Yeah. What time does the Bali collection close? Close, maybe 10 o'clock. 10 o'clock. Yeah. വൈകുന്നേരം നമുക്കിവിടെ ഡിന്നറും, അതായത് ബഫേ ഡിന്നറും അതുപോലെ തന്നെ ബാലി കൾച്ചറൽ ആക്ടിവിറ്റികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബാലിയിലെ ഡാൻസും പാട്ടുമൊക്കെ കാണിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഡിന്നറും കഴിക്കുകയും ചെയ്യാം. ഒരു തിയേറ്ററിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ നല്ല ഡിന്നറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ബാലി കൾച്ചറൽ ഡാൻസ് നമ്മുടെ ഭരതനാട്യത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പോലത്തെയുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുമൊക്കെ നമ്മൾ വളരെ എൻജോയ് ചെയ്ത് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വൈകുന്നേരം കിടന്നുറങ്ങി. ബാലിയിലെ 4ാമത്തെ ദിവസമാണ്. രാവിലെ എണീറ്റ് നമുക്ക് ജിമ്മിലൊക്കെ പോകാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു. ജിമ്മിലൊക്കെ ഒന്ന് പോകണം, ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങണം, പിന്നെ ബാലി കളക്ഷനിൽ ഒന്ന് പോകണം, കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ ലോക്കൽ ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. നമുക്ക് അധികം ലഗേജൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചെന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യൻ ആയിരുന്നു. ഇവിടെ ഈ റിസോർട്ടിൽ തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നത് കുട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു ലോക്കലായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല മാർക്കറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. വളരെ നല്ല ഫുഡായിരുന്നു. നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ് നല്ല ഫുഡായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ബാലിനീസ് ഡാൻസും വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് നമ്മുടെ ബാലിയിലെ ലാസ്റ്റ് ദിവസമാണ്. നമ്മളിന്ന് പാക്കെല്ലാം ചെയ്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ലാസ്റ്റ് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാൻ വേണ്ടി റെഡിയാകുക. ബാലിയിലെ ആളുകളെന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആളുകൾ, വളരെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് വാട്ടർഫോൾ റെസ്റ്റോറൻ്റാണ് കാണുന്നത്. ബഫേ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്, നല്ല തിരക്കാണ് അവിടെ. ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ജസ്റ്റ് ഓടിച്ചൊന്ന് കാണിക്കാം കേട്ടോ. ബഫേ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയുള്ള 3 റെസ്റ്റോറൻറ്റുകൾ. ഗണേശ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, വാട്ടർഫോളുണ്ട്, പിന്നെ ഗഞ്ചി എന്ന് പറഞ്ഞ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഇതിവിടെയുള്ള ഒരു സുവനീർ ഷോപ്പാണ്. നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടി, സുവനീർസ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടുന്ന് സാധിക്കും. നമ്മൾ ബാലിയോട് ബൈ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇനി നമ്മൾ തായ്ലൻഡിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ വെച്ച് കാണാം.